നമ്മുടെ നാട്ടിലെ ഒരു ബഹുമുഖ പ്രതിഭ ആണല്ലോ മധു. അദ്ദേഹത്തിന് പത്മശ്രീ തന്നെ കിട്ടുന്നത് എപ്പോഴാണ്? വളരെ വൈകിയല്ലേ. ഇവർക്കൊക്കെ ജൂനിയറായിട്ടുള്ള ആളുകൾക്കൊക്കെ കിട്ടിയിട്ടല്ലേ അദ്ദേഹത്തിന് കിട്ടിയുള്ളൂ. ഇപ്പോഴും ഒരു നടൻ മാത്രമല്ല, അദ്ദേഹം സ്റ്റുഡിയോ ഉടമയായിരുന്നു, നിർമ്മാതാവായിരുന്നു, സംവിധായകനായിരുന്നു. എത്രയോ തലമുറകളുടെ കൂടെ ഒന്നിച്ച് അഭിനയിച്ചു. ചിൽഡ്രൻസ് സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ധാരാളം കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന് അങ്ങനെ അർഹിക്കുന്ന ബഹുമതി കിട്ടിയോ? അതുപോലെ നമ്മുടെ മൺമറഞ്ഞു പോയ ചില ആളുകളുണ്ട്. പി ഭാസ്കരൻ മരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു പത്മ അവാർഡും കിട്ടിയിട്ടില്ല എന്ന് ആളുകൾക്ക് മനസ്സിലാകുന്നത്. കെ എസ് സേതുമാധവൻ, അദ്ദേഹത്തിന് ഈ സിനിമാ രംഗത്ത് നിന്ന് അവാർഡ് കൊടുക്കുന്ന കാലത്ത് എപ്പോഴും കിട്ടേണ്ടിയിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. പക്ഷേ ഇവിടെയൊക്കെ ഈ അവാർഡിന് വേണ്ടി, ഈ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയും പോലെ, ഈ അവാർഡിന് വേണ്ടി ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി ശ്രമിക്കുന്നവരുമായിട്ടുള്ള വ്യക്തികൾക്കാണ് പലപ്പോഴും കിട്ടാറുള്ളതെന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ്. അങ്ങനെയല്ല വേണ്ടത്. യഥാർത്ഥ യോഗ്യത നോക്കി വേണം കൊടുക്കേണ്ടത്.